UDF-ൽ ഘടകകക്ഷിയാകാനൊരു യോഗ്യത എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കേണ്ടത് UDF-ന്റെ കൺവീനറും അതിന്റെ ചെയർമാനും ഒക്കെയാണ്. അത്യാവശ്യം ആളുകളുള്ള അല്ലെങ്കിൽ ജനസ്വീകാര്യതയുള്ള പാർട്ടികളൊക്കെയാണ് UDF-ന്റെ ഘടകകക്ഷിയായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇനി രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ കേരള പ്രവാസി അസോസിയേഷൻ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാണ്. ഒന്നുമില്ലാത്ത ഒരു സംവിധാനത്തെ ഒരു സുപ്രഭാതത്തിൽ UDF-ന്റെ ഘടകകക്ഷിയായിട്ട് എടുത്തു വെക്കുന്ന സമയത്ത് അതിനകത്ത് എടുത്തു പറയുന്നൊരു നേതാവ് രാജേന്ദ്രൻ വെള്ളപ്പാലത്താണ്. ആരാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്? രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെതിരെ US കോടതിയിലുള്ള കേസ് എന്താണ്? വിവാദപരമായ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ UDF പോലെയുള്ളൊരു സംവിധാനത്തിന്റെ ഉന്നതാധികാര സമിതിയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസമൂഹം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ കയ്യിൽ നിന്നും കോടികൾ കൈപ്പറ്റിയിരിക്കുന്ന UDF നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നുള്ള ഒരു സത്യം പുറത്തു വരേണ്ടതുണ്ട്. UDF സംവിധാനം ഇതെങ്ങോട്ടാണ് പോകുന്നത്? രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് UDF-ൽ എത്തിയിട്ടുള്ളത് കോടികൾ നൽകിക്കൊണ്ട് തന്നെയാണ്. നമസ്കാരം. UDF-ൽ നിരവധി ഘടകകക്ഷികളുണ്ട്, സുപരിചിതമായതും അല്ലാത്തതും ഒക്കെയുണ്ട്. ഈ UDF-ൽ ഒരു ഘടകകക്ഷിയാകാൻ എന്താണ് യോഗ്യത? UDF-ൽ ഘടകകക്ഷിയാകാനൊരു യോഗ്യത എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കേണ്ടത് UDF-ന്റെ കൺവീനറും അതിന്റെ ചെയർമാനും ഒക്കെയാണ്. പണ്ടൊക്കെ UDF-ൽ അത്യാവശ്യം ആളുകളുള്ള അല്ലെങ്കിൽ ജനസ്വീകാര്യതയുള്ള പാർട്ടികളൊക്കെയാണ് UDF-ന്റെ ഘടകകക്ഷിയായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയാണ് UDF-നകത്ത് വന്നത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ പല ആളുകളും നമ്മളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ അയാളോട് ഇത്ര വലിയ വൈരാഗ്യം എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം UDF എന്ന് പറയുന്നതും LDF എന്ന് പറയുന്നതും കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികളാണ്. ഈ മുന്നണികളെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ചർച്ചയ്ക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനപ്പുറത്തുള്ള മറ്റൊരു ലക്ഷ്യവും നമുക്ക് ഇതിനകത്തില്ല. ഇനി രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ കേരള പ്രവാസി അസോസിയേഷൻ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാണ്. 2022 ഈ പാർട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് രജിസ്റ്റർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് റെക്കഗ്നൈസേഷൻ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി രജിസ്റ്റേർഡ് പാർട്ടിയായിട്ട് അത് മാറണം എന്നുണ്ടെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ വരികയൊക്കെ ചെയ്യണം. കുറച്ച് MLA-മാരും MP-മാരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് എങ്കിലും അംഗീകാരം ലഭിക്കത്തുള്ളൂ. ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് പോലും ഈ അടുത്ത ദിവസങ്ങളാണ്, അതായത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയതിനു ശേഷം മാത്രമാണ് അവർക്ക് പോലും സ്റ്റേറ്റ് പാർട്ടി 2 MLA ഒരു MP ഉള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് പോലും സ്റ്റേറ്റ് പാർട്ടിയായിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ളൂ. ഇത് രജിസ്റ്റേർഡ് പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. ഒരു പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുകയും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സംവിധാനം, അതാണ് കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ വലിയ അവകാശവാദങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ അത് പറഞ്ഞിരുന്ന കാര്യമാണ്. 6 ലക്ഷത്തോളം വരുന്ന പ്രവാസികളും കേരളത്തിൽ നിന്നുള്ള സാധാരണക്കാരും ഒക്കെ ഇവരുടെ പാർട്ടിയിൽ അംഗങ്ങളാണ് എന്നാണ് ഇവരുടെ അവകാശവാദം. പക്ഷേ നമ്മൾക്ക് ഇത് അന്വേഷിച്ചറിയാൻ വേണ്ടി സാധിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വിദേശത്ത് കുറച്ച് ബിസിനസ് ഉണ്ട്. ദുബൈയിലും US-ലൊക്കെ ആയിട്ട് ചില IT ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചാരിറ്റി ആക്ടിവിറ്റി ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരാളും ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി സാധാരണ ഈ പ്രാഞ്ചിയേട്ടന്മാരൊക്കെ ചെയ്യുന്ന മാതിരി ഈ നമ്മളുടെ ഈ ഒരു സിനിമയുണ്ടല്ലോ, നമ്മളുടെ പാപ്പി അപ്പച്ച എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ദിലീപും ഇന്നസെന്റും കൂടെ പോയിട്ട് സാമൂഹിക പ്രവർത്തനം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സാമൂഹിക പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടത്തി അതിന് ഫോട്ടോ എടുത്ത് വെബ്സൈറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് മറിച്ച് KMCC-യും അതോടൊപ്പം തന്നെ മറ്റ് ഒരുപാട് പ്രവാസി സംഘടനകളൊക്കെ നടത്തുന്ന ഇൻകാസ് ഒക്കെ പോലെയുള്ള ഒരുപാട് സംഘടനകൾ നടത്തുന്ന ചാരിറ്റി ആക്ടിവിറ്റി പോലെ ഒരു കാര്യവും ഈ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ചെയ്തിട്ടില്ല എന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് UDF ഇവർക്കൊരു അക്കോമഡേഷൻ നൽകിയത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉയർന്നു വരികയാണ്. അങ്ങനെ UDF-ലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി ആളുകളെ അറിയിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ അങ്ങനെ അറിയേണ്ടതല്ലേ സാധാരണഗതിയിൽ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF-ന്റെ അകത്തേക്ക് ഒരു പുതിയ കക്ഷി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ഇപ്പൊ CK ജാനുവിന്റെ പാർട്ടി UDF-ലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ധാരണയായിട്ടുണ്ട്. അത് വാർത്തയായി അടുത്തതായി ഏറ്റവും അടുത്ത് കൂടുന്ന UDF യോഗത്തിൽ തന്നെ അത് സംബന്ധിച്ച് ധാരണയാവും. അതോടൊപ്പം തന്നെ PV അൻവറിനെ UDF-ഉമായിട്ട് സഹകരിപ്പിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ ഏകദേശം പ്രതിപക്ഷ UDF-ന്റെ ചെയർമാനും കൺവീനറും മറ്റ് ഘടകകക്ഷി നേതാക്കളും ഒക്കെ ആയിട്ട് ധാരണ ആയി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ ഇങ്ങനെ ഒന്നുമില്ലാതെ ഒരു പാർട്ടി എങ്ങനെ UDF-ന്റെ ഘടകകക്ഷിയായിട്ട് മാറി എന്നുള്ളിടത്താണ് ഒരു സുപ്രധാനമായ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളിത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു സംവിധാനത്തെ ഒരു സുപ്രഭാതത്തിൽ UDF-ന്റെ ഘടകകക്ഷിയായിട്ട് എടുത്തു വെക്കുന്ന സമയത്ത് അതിനകത്ത് എടുത്തു പറയുന്നൊരു നേതാവ് രാജേന്ദ്രൻ വെള്ളപ്പാലത്താണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണേ, അതായത് ഇവിടെ UDF-ന്റെ ഇപ്പോഴത്തെ യോഗത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ്? VD സതീശൻ,
രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഷിബു ബേബി ജോണിന്റെ മകനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ NK പ്രേമേന്ദ്രൻ, PJ ജോസഫ്, മോൻസി ജോസഫ്, മാണി സി കാപ്പൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിലേക്ക്, ഒരു സദസ്സിൽ ഈ പറഞ്ഞ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ പോലുള്ള ഒരാൾ വന്നിരിക്കുമ്പോൾ ആരാണ് അദ്ദേഹം എന്ന് ഒരു ഹിതപരിശോധനയെങ്കിലും UDF നേതൃത്വം നടത്തേണ്ടതല്ലേ? 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും ഏറ്റവും കൂടുതലായിട്ട് ഉന്നയിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ആരോപണമായിരിക്കും രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന് സീറ്റ് UDF നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സീറ്റ് കച്ചവടമായിട്ട് തന്നെയാണ് വരിക. അതായത് സീറ്റ് വിൽപ്പന, പെയ്ഡ് സീറ്റ് എന്നൊക്കെ ഓമന പേര് നമ്മൾ വിളിക്കാം. ആരാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്? രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഒരു ബിസിനസ്സുകാരനാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെതിരെ US കോടതിയിലുള്ള കേസ് എന്താണ്? അത് ബൈജൂസ് ആപ്പുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അതിൽ ബൈജൂസ് ആപ്പിന് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എത്ര $1 മില്യൺ കടം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലൊക്കെ നടന്നിട്ടുള്ള ചില ദുരൂഹമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് US കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് കേരള ഹൈക്കോടതിയിലും ചില കേസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ് ഇങ്ങനെ നിൽക്കുകയാണെന്നേ, അത് എങ്ങനെ എവിടെ നിന്ന് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ഇവരൊക്കെ പെട്ടെന്ന് പണക്കാരായിട്ട് മാറുന്ന ആ മാജിക്കൽ സംഭവം എന്താണെന്നറിയാതെ കേരള സമൂഹം മൊത്തം ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. ആരായിരുന്നു രാജേന്ദ്രൻ വെള്ളപ്പാലത്തെന്നും ബൈജു രവീന്ദ്രന്റെ കേസ് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അഴിമുഖം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ബൈജൂസിനെ കുറിച്ചും രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ കുറിച്ചും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതെടുത്ത് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും. അതല്ലാതെ ഇപ്പോൾ ബൈജൂസ് ആപ്പിനെയൊക്കെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ മലയാളികളെല്ലാം ഏറെ അഭിമാനത്തോടുകൂടി എവിടെയും പോയിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ബൈജൂസ് ആപ്പ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി വരെ സ്പോൺസർ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ബൈജൂസ് ആപ്പ് വളർന്നിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം പൊട്ടി താഴേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഈ ബൈജൂസ് ആപ്പിന്റെ തകർച്ചയിൽ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി അന്വേഷണം വരേണ്ടതുണ്ട്. ബൈജൂസ് രവീന്ദ്രൻ ഇപ്പോൾ തങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഇല്ലാക്കഥകൾ പറഞ്ഞിരിപ്പിച്ച ലോൺ ദാതാക്കൾ, അത് ലോൺ കൊടുത്തിരിക്കുന്ന കമ്പനികൾക്കെതിരെയൊക്കെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 250 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിലെ കോടതികളിലും ഫയൽ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ US കോടതിയിലും ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ളൊരു വലിയൊരു ആരോപണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പോൾ നമുക്ക് പലർക്കും പറയാം, ഇപ്പോൾ കേസുകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കേസുകളില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. പക്ഷേ വിവാദപരമായ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ UDF പോലെയുള്ളൊരു സംവിധാനത്തിന്റെ ഉന്നതാധികാര സമിതിയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസമൂഹം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ UDF മറ്റ് ഘടകകക്ഷികൾക്ക് ഇതേപ്പറ്റി ഒരു ധാരണ ഉണ്ടാകത്തില്ലേ? മറ്റ് ഘടകകക്ഷികൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് ഓരോരോ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കണ്ണാടി എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ പ്രശ്നമാണെന്നേ. നമ്മൾ ഉദ്ദേശിക്കാത്തതിന് അപ്പുറത്തുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ കയ്യിൽ നിന്നും കോടികൾ കൈപ്പറ്റിയിരിക്കുന്ന UDF നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നുള്ള ഒരു സത്യം പുറത്തു വരേണ്ടതുണ്ട്. ഈ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ പറയണം, രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന് ഈ കേരളത്തിലെ 14 ജില്ലകളിൽ എവിടെയെങ്കിലും കമ്മിറ്റികളുണ്ടോ? സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇവര് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പേരുകൾ വരെ ഇദ്ദേഹത്തിന്റെ സ്റ്റാഫുകളുടെ പേരാണ് എന്നാണ് പറയപ്പെടുന്നത്, ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ UDF എടുത്തതിന്റെ മാനദണ്ഡം അറിയാനായിട്ട് ഈ നാട്ടിലെ ആളുകൾക്ക് അവകാശമില്ലേ? സ്വാഭാവികമായിട്ടും നാളെ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അവകാശവാദം ശരിയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം UDF വാഗ്ദാനം ചെയ്തിരിക്കുന്ന കുന്ദമംഗലം സീറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് പണം ഉണ്ടാക്കിയിട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ അംഗമാകാനും വേണ്ടി വന്നാൽ ആ ഘടകകക്ഷിയിൽ നിന്ന് സീറ്റ് നേടാനും സാധിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അത് കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? UDF സംവിധാനം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ അടുത്തറിയാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ഒരുപാട് PR ഏജൻസികളൊക്കെ ആയിട്ട് നമുക്കും ബന്ധങ്ങളുള്ളതാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈ കേരള പ്രവാസി അസോസിയേഷൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് വിവരാവകാശങ്ങളൊക്കെ ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടതറിയോ? ഇപ്പോൾ ഏതൊരു PR ഏജൻസി ആണെങ്കിലും ആദ്യം ഒരു ഇൻഡിവിജ്വൽ പ്രൊമോഷന്റെ കരാർ ഏറ്റെടുത്തുന്നിരിക്കും. കരാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുക അദ്ദേഹത്തിന്റെ പേര് പത്രങ്ങളിൽ ഏതൊക്കെ രീതിയിൽ വരുത്തിക്കാം എന്നുള്ളതാണ്. അത് ചാരിറ്റിയുടെ രീതിയിലായിരിക്കാം, അതല്ലെങ്കിൽ അവകാശ സമര പോരാട്ടങ്ങളുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവരുടെ രക്ഷകനായിട്ട് അവരെ അവതരിപ്പിക്കുന്ന രീതികളുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് PR
ഏജൻസികൾ തീരുമാനിക്കുക. സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ പേരിൽ കേരള ഹൈക്കോടതിയിൽ ഒരുപാട് വിവരാവകാശങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പൊതു താല്പര്യ ഹർജികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു, ഇന്നയാൾ ഇന്ന വിഷയത്തിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു പറഞ്ഞിട്ട് പത്രത്തിൽ വാർത്ത വരികയാണ്. ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് പ്രവർത്തനങ്ങളിലൂടെ UDF-നകത്ത് കടന്നുകൂടിയിരിക്കുന്ന രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ആരുടെയൊക്കെ വീടിന് മുമ്പിൽ കൊണ്ടുപോയി കോടികൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളം അറിയേണ്ട കാര്യമാണ്. അത് വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും നമുക്കത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും സാധിക്കും. ഇദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ കേരള സംസ്ഥാനത്ത് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ പോലെയുള്ള ഒരു കോടീശ്വരൻ, അതും സാമ്പത്തിക ആരോപണ വിധേയനായിട്ടുള്ള ഒരു രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ പോലെയുള്ള ഒരാള് എങ്ങനെ UDF-ന്റെ തലപ്പത്തെത്തി? ഇപ്പൊ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എന്താ UDF-ന്റെ കാര്യത്തിൽ ഇത്ര ഇതെന്ന് ചോദിക്കും. UDF എന്ന് പറയുന്നതും കോൺഗ്രസ് എന്ന് പറയുന്നതും LDF എന്ന് പറയുന്നതും CPM എന്ന് പറയുന്നതും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ ആണെന്നേ. ഇപ്പൊ ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിക്കൊള്ളട്ടെ, ഞാൻ ആരും ആയിക്കൊള്ളട്ടെ, ഞാൻ കോൺഗ്രസ്സുകാരനും പിരിവ് കൊടുത്തിട്ടുണ്ടാവും, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനും പിരിവ് കൊടുത്തിട്ടുണ്ടാവും. അത് 10 രൂപയായിരിക്കും, ചിലപ്പോൾ 5 രൂപയായിരിക്കും, ചിലപ്പോൾ 2 രൂപയായിരിക്കും. കാരണം ബക്കറ്റ് പിരിവായിട്ട് വരുന്ന CPM-കാരനും പിരിവ് കൊടുത്തിട്ടുണ്ടാവും, രസീതുമായിട്ട് വരുന്ന കോൺഗ്രസ്സുകാരനും നമ്മൾ പിരിവ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മളിൽ നിന്നൊക്കെ തന്നെയാണ് ഈ മുന്നണിയും പാർട്ടിയും ഒക്കെ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDF പോലുള്ള ഒരു മുന്നണി കേരളത്തിൽ നശിച്ചു പോകാൻ പാടില്ല എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ UDF-ന്റെ ചെയർമാൻ VD സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ് UDF-ന്റെ ചെയർമാനായിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തങ്ങളുടെ കൂടെ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് പരിശോധിക്കണം. ഒരു ഘടകകക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു സുപ്രഭാതത്തിൽ വരുന്നു, നെക്സ്റ്റ് ഡേ തുടങ്ങി ഇവരെയൊക്കെ കൊണ്ട് UDF-ന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഇരുത്തുന്നു. അവരത് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നടത്തുന്ന കച്ചവടങ്ങളെ കുറിച്ച് ഇവർക്കറിയില്ല. ഇത് ഒരു രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് മാത്രമല്ല, UDF നേതൃത്വം ഇത് കാര്യഗൗരവത്തോടുകൂടി ഇത് പരിഗണിക്കാതിരുന്നു കഴിഞ്ഞാൽ UDF-ന്റെ ഉന്നതാധികാര സമിതിയിലിരിക്കുന്ന മുഴുവൻ തട്ടിപ്പുകാരുടെയും മുഖം നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടതായിട്ട് വരും. അത് UDF-നെ സംബന്ധിച്ച് UDF വളരെ സങ്കീർണമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇവിടെ കിടന്ന കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുകാരും ഒക്കെ തെരുവിൽ തല്ലുകൊള്ളുകയാണ്. LDF സർക്കാരിനെതിരെയുള്ള സമരങ്ങളിൽ വളരെ വലിയ പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇതുപോലുള്ള ചെറിയ ഘടകകക്ഷികൾ കൊടിയും പിടിച്ച് UDF സമരങ്ങളുടെ മുൻപന്തിയിലേക്ക് വരുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള ഒരു പ്രവർത്തനങ്ങളുമില്ല. രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ ഈ പറയുന്ന കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്ന പാർട്ടി കേരള സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്ന ഒരു സമരം പറയാൻ പറ്റുമോ? എനിക്കൊന്ന് രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ അതോ K സുധാകരനാണോ നയിച്ചിരുന്ന ഒരു യാത്രയിൽ മുഴുനീളെ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തുണ്ടായിരുന്നു. UDF-ന്റെയും കോൺഗ്രസിന്റെയും പല ആളുകളും ചോദിക്കുകയായിരുന്നു, ആരാണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, ആരാണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന് ചോദിക്കുകയായിരുന്നു. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും അറിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് UDF-ൽ എത്തിയിട്ടുള്ളത് കോടികൾ നൽകിക്കൊണ്ട് തന്നെയാണ്. ഇതിനകത്ത് മുസ്ലിം ലീഗിന് കൃത്യമായ പങ്കുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒക്കെ ഒരു പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് UDF-ന്റെ ഉന്നതാധികാര സമിതിയിൽ കെറിഞ്ഞെളിഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരും ഒക്കെ തീരുമാനിച്ചുകൊള്ളട്ടെ, ഇതുപോലുള്ള രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ, ഇവർ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ UDF-ൽ ഇവർ നടപ്പിലാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ ആലോചിക്കട്ടെ. അല്ലെങ്കിൽ ഇവർ UDF-ന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും പദ്ധതികൾ ഇവർ നടപ്പിലാക്കിയിട്ടുണ്ടോ, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന പദ്ധതികളാണോ? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ UDF നേതാക്കന്മാരുടെ മനസ്സിനകത്ത് ചോദ്യങ്ങളായിട്ട് ഉയർന്നു വരണം. എന്നാൽ മാത്രമേ 2026 ഈ UDF എന്ന് പറയുന്ന സംവിധാനം ഇവിടെ അവശേഷിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ പോലുള്ള കള്ള നാണയങ്ങളെ UDF-നകത്ത് നിന്ന് ഒരാൾ മാത്രമല്ല, ഞാൻ ഇപ്പോഴും വീണ്ടും പറയുകയാണ്, ഒരു രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് മാത്രമല്ല, ഇനിയും ഉണ്ട് ആളുകൾ അതിനകത്ത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന്, രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും K സുധാകരനും K മുരളീധരനും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ശിഹാബ് തങ്ങളും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ PJ ജോസഫ് സാറും ഒക്കെ ഇരിക്കുന്ന UDF-ന്റെ ഉന്നതാധികാര സമിതിക്കകത്ത് കള്ളന്മാരും തട്ടിപ്പുകാരും കയറിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് UDF നിലനിൽക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് നമ്മൾ ഈ ചർച്ച ഇട്ട് കൊടുക്കുന്നത്. രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനെ കുറിച്ചും അതോടൊപ്പം തന്നെ UDF-ന്റെ ഉന്നതാധികാര സമിതിയിലിരിക്കുന്ന മറ്റ് തട്ടിപ്പുകാരെ കുറിച്ചും കൃത്യമായ ഒരു അന്വേഷണം UDF നടത്താത്ത പക്ഷം തെരഞ്ഞെടുപ്പിന് മുമ്പ് വൻ വിവാദമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.